സർവീസ് സഹകരണ സംഘം തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിൽ 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 260. സഹകരണ സംഘത്തിൽ ഈ കളക്ഷൻ ഏജന്റ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ജോലിക്ക് കയറിയ ഒരാൾക്ക് എങ്ങനെയായി ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം കോടികളുടെ ആസ്തി വന്നത്? ഒന്നിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വേണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലോട്ടറി അടിക്കണം, അല്ലാതെ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. ഇല്ല. 50,000 മുതൽ 2 കോടി വരെ നഷ്ടപ്പെട്ടവരുണ്ട്. നാളെ ഒരു സമയത്ത് സർവീസ് സഹകരണ സംഘത്തിൽ കാശിടുന്നതിന് മുൻപ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. സഹകരണ സംഘത്തിന്റെ നടത്തിപ്പൊക്കെ അത്രയ്ക്ക് എത്രയാണ് എന്നാണ് നമ്മളിപ്പം അനുഭവം കൊണ്ട് പഠിച്ചത്. നമസ്കാരം, ഇന്റർവ്യൂവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഏറെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഇന്റർവ്യൂ ചർച്ച ചെയ്യുന്നത്. അതായത് സഹകരണ സംഘങ്ങൾ. സാധാരണക്കാരൻ്റെ സാമ്പത്തിക സഹായ കേന്ദ്രങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള സർവീസ് സഹകരണ സംഘങ്ങൾ. എന്നാൽ ഈ സർവീസ് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ കേൾക്കുന്നതൊക്കെയും സാധാരണക്കാർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത തട്ടിപ്പുകളുടെ കഥയാണ്. ശരിക്കും ഈ തട്ടിപ്പുകളിൽ ഇരയാക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ? ഒരിക്കൽ തട്ടിപ്പ് വെളിവാക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ബാധിക്കപ്പെട്ടവൻ്റെ ജീവിതം എങ്ങനെയാണ്? അത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ് ഇന്നത്തെ ഇൻ്റർവ്യൂ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നു ശ്രീമതി സാവിത്രി. വെൽക്കം മാം, വെൽക്കം ടു ഇൻ്റർവ്യൂ. മാഡത്തിൻ്റെ മുഴുവൻ പേര് ഒന്ന് പറയാമോ? ഡി സാവിത്രി അമ്മ. ഡി സാവിത്രി അമ്മ. എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഞാൻ SBTയിൽ ഒരു മാനേജറായിരുന്നു. അതായത് മെർജിങ്ങിന് മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ മാനേജറായിട്ട് വിരമിച്ചു. ഇപ്പോൾ വിരമിച്ചു. ഞാൻ എക്സിറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാർക്കറ്റിങ്ങിനൊക്കെ ഒരു പ്രയാസം വന്നപ്പോൾ ഞാനത് VRS ഒന്നും അല്ല, വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ പുറത്തു വന്നു. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിശ്രമജീവിതമാണ്. വിശ്രമജീവിതം എന്ന് പറയാൻ പറ്റില്ല, വിശ്രമജീവിതം ആയിരുന്നു. അതിനിടയ്ക്കാണ് BSNL എഞ്ചിനീയേഴ്സ് സൊസൈറ്റി പ്രശ്നം. അതായത് BSNL എഞ്ചിനീയേഴ്സ് സർവീസ് സഹകരണ സംഘം തട്ടിപ്പിൽ അതിൽ ബാധിക്കപ്പെട്ടു. വിശ്രമജീവിതത്തിനെ സാരമായി ബാധിച്ചു. മാഡം ശരിക്കും പറഞ്ഞാൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും ബാങ്കുകളോടൊരു സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്. അവരുടെ നിക്ഷേപങ്ങൾ അത് സർവീസിലിരിക്കുന്ന സമയത്തും സർവീസിന് ശേഷവും അവരുടെ നീക്കിയിരിപ്പെല്ലാം അവർ ബാങ്കുകളിൽ നിക്ഷേപിക്കാനായിരിക്കും എപ്പോഴും ശ്രമിക്കുക. മാഡം എന്തുകൊണ്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ ആയിരുന്നിട്ട് കൂടിയും താങ്കളുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളാണ് നഷ്ടമായതെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ സമ്പാദ്യം, നീക്കിയിരിപ്പ് എല്ലാം തന്നെ ഒരു സർവീസ് സഹകരണ സംഘത്തിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എൻ്റെ ഹസ്ബൻഡ് BSNL ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവരുടെ തന്നെ BSNL എഞ്ചിനീയേഴ്സ് സൊസൈറ്റി എന്നാണ് സൊസൈറ്റിയുടെ പേര് തന്നെ. അവിടെയാണെങ്കിൽ ആ ഭാരവാഹികളെന്ന് പറയുന്നത് BSNLിലെ സബ് ഡിവിഷണൽ എഞ്ചിനീയേഴ്സ്, AGM, DGM ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ പോയി പുള്ളിക്ക് അവിടെയാണ് പോകുന്നത്. പുള്ളി അവിടെ പോയാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിലെ പോലെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യുകയും ടോക്കൺ എടുത്ത് അത്രയും സമയം പ്രായമായി വരുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇത് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യം ചെയ്യുക, ഉടനെ തന്നെ എല്ലാം ക്വിക്ക് സർവീസാണ്, എല്ലാം ആ കൺവീനിയൻസ് നോക്കി പുള്ളി ഈ സൊസൈറ്റിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. ഈ സൊസൈറ്റിക്ക് ട്രിവാൻഡ്രത്ത് മാത്രമേ ഓഫീസുള്ളൂ? ഇവിടെ ട്രിവാൻഡ്രത്ത് മാത്രമേ ഓഫീസ്. മറ്റ് ജില്ലകളിൽ എവിടെയും ശാഖകളുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് BSNL ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് അദ്ദേഹം വിരമിച്ചു അല്ലേ? വിരമിച്ചു. ഓക്കെ. അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ തന്നെ അദ്ദേഹം ഈ സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു 10-35 കൊല്ലത്തോളം പാരമ്പര്യമുണ്ട് ഈ സർവീസ്. 1987 സൊസൈറ്റി തുടങ്ങിയത്. 87 പുള്ളി സൊസൈറ്റിയിലെ എംപ്ലോയീസ് ചിട്ടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സർവീസിലുണ്ടായിരുന്ന സമയത്ത് ഇടപാടുകാരനാണ്. ഞാനാണെങ്കിലും ബാങ്കിൽ നിന്ന് വിരമിച്ച ശേഷം പിന്നെ ബാങ്കിൽ പോയി നമ്മൾ ഒരുപക്ഷെ ഈഗോ പ്രശ്നമായിരിക്കും, പിന്നെ ബാങ്കിൽ പോകണ്ടല്ലോ, അങ്ങനെ എല്ലാം ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓൺലൈൻ ചെയ്യും. അല്ലാതെ ഉള്ളത് ഇങ്ങനെ ഇത് സൗകര്യമുണ്ട്. മനസ്സിലായി. അങ്ങനെ മാഡത്തിന്റെ വിരമിക്കലിന് ശേഷമുള്ള സമ്പാദ്യം അല്ലെങ്കിൽ നീക്കിയിരിപ്പ് എല്ലാം കൂടെ ഈ സർവീസ് സഹകരണ സംഘത്തിലേക്ക് കൊണ്ടുവരാനുണ്ടായ കാരണം അതായിരുന്നു. എത്ര രൂപ മാഡം ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്? ഈ ഒരു തട്ടിപ്പ് കാരണം മാഡത്തിന് എത്ര രൂപ ബാധിക്കപ്പെട്ടിട്ടുണ്ട്? എൻ്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് നല്ല ഭൂരിഭാഗവും ഇവിടെയാണ്. വലിയൊരു തുക നഷ്ടമായി. ഏകദേശം ലഭ്യമാകുന്ന 50 lakhs. എബോവ് 50. ഓക്കെ, ഫൈൻ. മനസ്സിലാക്കിയിടത്തോളം ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് BSNL എംപ്ലോയി സർവീസ് സഹകരണ സംഘം തട്ടിപ്പിൽ 200 കോടിയിലധികം രൂപ നിക്ഷേപകർക്ക് നഷ്ടം. എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഫൈൻ. സർവീസ് സഹകരണ സംഘം തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിൽ 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 260 എൻക്വയറി അനുസരിച്ചിട്ട് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി നടത്തി. അവിടെ എൻക്വയറി റിപ്പോർട്ട് അനുസരിച്ച് എബോവ് 260 crores
260 കോടിക്ക് മുകളിൽ അവരുടെ എൻക്വയറി റിപ്പോർട്ട് അനുസരിച്ച്. ശരിക്കും 3 പതിറ്റാണ്ടിലേറെയായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനം പെട്ടെന്ന് പൊളിയുകയാണ്. ഇത് പൊളിഞ്ഞു എന്ന് മാഡം തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ബാധിക്കപ്പെട്ടവർ, ഇപ്പോൾ ഇരകളായി നിൽക്കുന്നവർ, നിസ്സഹായരായി നിൽക്കുന്നവർ എപ്പോഴാണ് ഇത് ആദ്യമായി തിരിച്ചറിയുന്നത്? ഇത് ശരിക്കും പൊതുവെ അറിയാൻ തുടങ്ങി ഈ 2022 മാർച്ച് മുതലേ ചിലർക്ക് ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും ഇടിയിട്ടാൽ 2018 അല്ല 2022 ഓക്കെ. അതിന് മുമ്പേ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷെ അതെല്ലാം ഇത്ര ഓപ്പൺ ആയില്ല. മനസ്സിലായി. ഓരോരുത്തർക്കും അനുഭവപ്പെട്ടതെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ അവർക്ക് പൈസ കിട്ടി അങ്ങനെ. പക്ഷെ അപ്പോൾ അത് ആരും പുറത്ത് പറഞ്ഞില്ല. മുമ്പേ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. കാശ് ചോദിച്ച് ചെല്ലുമ്പോൾ അവർ കൈമലർത്തും. അവരെ പിന്നെ തരാം, അത് വീണ്ടും എന്തിനാ എടുക്കുന്നത്, ലോൺ എടുത്താൽ പോരെ, ഡെപ്പോസിറ്റ് ചെയ്താൽ പോരെ, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവിടെ തന്നെ എടുക്കണ്ട എന്നുള്ള തരത്തിൽ അതിനെ അവർ മാറ്റി എന്തെങ്കിലും അങ്ങനെ കാശ് പിൻവലിക്കാൻ ചെല്ലുന്നവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ ശരിക്കും ഞാനൊന്ന് ചോദിച്ചിട്ട്, ഇതിപ്പോൾ BSNL എഞ്ചിനീയേഴ്സ് സർവീസ് സഹകരണ സംഘം എന്നാണ് പേരെങ്കിലും, പക്ഷേ BSNL ഉദ്യോഗസ്ഥർ മാത്രമല്ല, നാട്ടുകാരും അവിടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അല്ലയോ? ഉണ്ട്. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എങ്ങനെയായി പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഇവർ കാശ് കളക്ട് ചെയ്ത് തുടങ്ങി? അത് ബൈല അമെന്റ് ചെയ്തിട്ടാണെന്ന് പറയപ്പെടുന്നു. അതെ, അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫോം ചെയ്തത് BSNL ജീവനക്കാരുടെ കാശ് നിക്ഷേപിക്കാൻ, എഞ്ചിനീയേഴ്സിന് മാത്രം, മറ്റു ജീവനക്കാർക്കും ബാധകമല്ല. അതിന് വേറൊരു സൊസൈറ്റി ഉണ്ട്. ഇത് BSNL എഞ്ചിനീയേഴ്സ് സൊസൈറ്റി എന്നാണ് ഇതിന്റെ പേര് തന്നെ. അതായത് സോഷ്യലി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, നല്ല റാങ്കിൽ നല്ല ശമ്പളവും പെൻഷനും ഒക്കെ വാങ്ങുന്ന എലീറ്റ് ക്ലാസ്സിൽ എന്ന് പറയപ്പെടാവുന്ന കുറച്ചധികം ഉദ്യോഗസ്ഥർ ആ ഒരു ക്രീമി ലെയറിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയൊരു സർവീസ് സഹകരണ സംഘം. നല്ല രീതിയിൽ തുടങ്ങി, നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ കാലക്രമേണ കുറേയധികം ആൾക്കാരെ പുറമെ നിന്നും കൊണ്ടുവരാൻ അവർ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നു. ഇപ്പോൾ ബാധിക്കപ്പെട്ടവരിൽ അധികവും BSNL പുറത്തുള്ളവരാണോ? ഇപ്പോൾ നോക്കുമ്പം BSNL പുറത്തുള്ളവരാണ് കൂടുതൽ പേരും. എനിക്ക് തോന്നുന്നു സാധാരണ വീട്ടമ്മമാർക്ക് വരെ, അല്ലെങ്കിൽ വീട്ടുജോലിക്കോ കൂലിപ്പണിക്കോ പോകുന്നവർക്ക് വരെ കാശ് നഷ്ടമായിട്ടുണ്ട്. താഴേക്കട മുതൽ മേലേക്കട വരെ 5 ലക്ഷം, 2 ലക്ഷം മുതൽ 2,50,000 മുതൽ 2 കോടി വരെ നഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ BSNL എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ, ആ സ്ഥാപനത്തിൻ്റെ അവരുടെ ഓൺ ബിൽഡിങ്ങിനകത്താണ് ഈ സൊസൈറ്റി തന്നെ റൺ ചെയ്തിരുന്നത്. അവരുടെ ഓഫീസിൻ്റെ നടുക്ക്. സംശയിക്കാൻ യാതൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം ഇന്ത്യ മുഴുവൻ പടർന്നു. പിന്നെ അതിൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് BSNL AGM, DGM ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ. എങ്ങനെ സംശയിക്കും നമ്മൾ? ഒരിക്കലും ഇവരാരും തട്ടിപ്പുകാരാണെന്ന് ആരും കരുതുന്നുമില്ല. ഇവിടെ ഒരു കാര്യം പ്രേക്ഷകരോടുകൂടെ പറയാനുള്ളത്, സർവീസ് സഹകരണ സംഘങ്ങൾ എല്ലാ ആൾക്കാരും തട്ടിപ്പുകാരാണെന്നുള്ളൊരു പക്ഷം എനിക്ക് ഇല്ല, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു പക്ഷം ഉണ്ടാവണമെന്നില്ല. പക്ഷേ തട്ടിപ്പുകാർ നിരവധിയുണ്ട്. നാളെ ഒരു സമയത്ത് സർവീസ് സഹകരണ സംഘത്തിൽ കാശിടുന്നതിന് മുൻപ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക, ശരിയായ തീരുമാനമാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും എന്താ പറയുക അപകടം പതിയിരിപ്പുണ്ടോ എന്ന് പ്രേക്ഷകർ കരുതിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മാഡത്തോട് വിശദമായി ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിക്ഷേപകരുടെ കാര്യം മാഡം പറഞ്ഞായിരുന്നു. അവർ കാശ് മടക്കി ചോദിച്ചു, പലവിധ കാരണങ്ങളാൽ പലവിധ ആവശ്യങ്ങൾക്കായി ചെല്ലുമ്പോൾ അവരിങ്ങനെ തൊടുന്യായങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുന്നു. മാഡത്തിന് എന്നാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി, ഇത് ശരിക്കും ഇത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഏത് സാഹചര്യത്തിലായിരുന്നു? ഒക്ടോബർ മാസത്തിലെ പലിശ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചെല്ലുമ്പോൾ അങ്ങനെ എന്തിന് അന്ന് മുതൽ, അപ്പോൾ നവംബർ മാസം മുഴുവൻ നടന്നിട്ടും പലിശ കിട്ടിയില്ല. അപ്പോൾ ഒക്ടോബർ അവസാനമായപ്പോൾ ആളുകൾ സംഘടിക്കാൻ തുടങ്ങി. അതായത് എല്ലാ വർഷവും നിക്ഷേപങ്ങൾക്ക് കൃത്യമായി എല്ലാ മാസവും പലിശ തരും. എല്ലാ മാസവും തരുമായിരുന്നു. മാസം തരും. ഒക്ടോബർ മാസം, അതായത് 2022 ഒക്ടോബർ മുതൽ പലിശ തീരെ തരുന്നില്ല. അങ്ങനെയാണ് കൊറോണ സമയത്തൊക്കെ കുറച്ച് മുടക്കി അങ്ങനെയൊക്കെ തന്നു. കോവിഡ് ആയിരുന്നു തുടക്കം. കോവിഡത്തിൽ നല്ല പോലെ പലിശ തരുന്നതിൽ താമസിച്ചു. അപ്പം അത് ആരും സംശയിക്കത്തില്ല, കോവിഡിൻ്റെ ഒരു അതുമായി ബാധിക്കപ്പെട്ടതാണെന്ന് കരുതി കാണാം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പലിശ തരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം? ലോൺ കൊടുത്തതൊക്കെ തിരിച്ചു വരാനുണ്ട്, കോവിഡ് ആയതുകൊണ്ട് ഈ ലോണൊക്കെ കുറച്ച് ഡെപ്പോസിറ്റ് വരികയാണെങ്കിൽ, എന്നിട്ട് നമ്മുടെ ആൾക്കാർ എൻക്വയറി ചെയ്ത് പറഞ്ഞു കുറച്ച് ഡെപ്പോസിറ്റ് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. ആരെങ്കിലും കൊണ്ട് BSNL എംപ്ലോയീസ് ആയാലും ഒരു 50,000 വീതം എന്തോ കുറേ ഡെപ്പോസിറ്റ്സ് ക്യാൻവസ് ചെയ്താൽ ഇൻട്രസ്റ്റ് കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ടോട്ടൽ ഇപ്പോൾ എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ടോട്ടൽ എത്ര അഡ്വാൻസ് ഉണ്ട്, ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. നിങ്ങൾ ഒരു കളക്റ്റീവായിട്ട് ഒരു ആക്ഷൻ ഫോറം ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ പറഞ്ഞു ആദ്യം വെറുതെ പേപ്പറിൽ എഴുതി കൊടുത്തു 20 കോടി ഡെപ്പോസിറ്റും 19 കോടി അഡ്വാൻസും ഒന്ന് എഴുതി കൊടുത്തു. പേപ്പറിൽ എഴുതി, വേറെ റെക്കോർഡ് ബുക്ക് ഒന്നും തന്നില്ല. ഇല്ല അത് പോരാ, അങ്ങനെ പോരാ, അത് അത്രയേ ഉള്ളൂ എന്നുള്ള ഇതിൽ അങ്ങനെ
അപ്പോൾ പിന്നെ അതിനെ 40 കോടിയും 39 കോടി അഡ്വാൻസും ആക്കി. ഒറ്റയടിക്ക് 20 കോടി 19 കോടി എന്നുള്ളത് 40-39 ആക്കി പറഞ്ഞു. അതായത് 40 കോടിയുടെ നിക്ഷേപമുണ്ട്, 39 കോടിയുടെ വായ്പ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ, ഡീറ്റെയിൽസ് വേണം. ആർക്കൊക്കെയാണ് ലോൺ കൊടുത്തിട്ടുള്ളത്, ആരുടെയൊക്കെയാണ് ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഈ 40 കോടിയിലൊന്നും അല്ല. ഇപ്പം എൻ്റെ പേരുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരില്ലെങ്കിൽ മനസ്സിലാവുമല്ലോ. മനസ്സിലായി. അപ്പോൾ ആ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഡീറ്റെയിൽസ് തന്നില്ല. ആരൊക്കെയാണ് നിക്ഷേപിച്ചത് എന്നുള്ള കണക്ക്, സ്ഥിതിവിവര കണക്ക് അവർ തരുന്നില്ല. അതെ, അതിൻ്റെ ഡീറ്റെയിൽസ്, ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അഡ്വാൻസ് പാർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് അത് തന്നില്ല. അത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അത് പ്രശ്നം, അവിടെ തൊട്ട് പ്രശ്നം തുടങ്ങുന്നു. ശരി, ഇവിടെ എന്താ പറയുക, നിങ്ങൾ ആദ്യം ഒരു പ്രശ്നം അവിടെ നേരിടുന്നു, ഒരു കല്ലുകടി ആദ്യം ഉണ്ടാകുന്നു, കാശ് ചോദിക്കും, പലിശ കൃത്യമായി വരേണ്ടത് വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടെ അന്വേഷിക്കുമ്പോൾ തൊടുന്യായങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഡെപ്പോസിറ്റുകൾ അവിടെ ഉണ്ട്, പക്ഷേ വായ്പ കൊടുത്തത് കൃത്യമായി തിരിച്ചടവില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു തടസ്സമെന്ന് അവർ അധികൃതർ പറയുമ്പോൾ, നിങ്ങൾ നിക്ഷേപകർ ചെയ്തത് ഇതിനെ ഒരു സിങ്കിങ് സ്റ്റേജിലാണെങ്കിൽ കുറച്ചുകൂടെ കാശ് പുറത്തുനിന്നൊരു ഫണ്ട് മൊബിലൈസേഷൻ നടത്തി സ്ഥാപനത്തിൻ്റെ പ്രതിസന്ധി മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥാപനത്തെ മറികടക്കാൻ സഹായിക്കാനാണ് നിങ്ങൾ ആദ്യം ശ്രമിച്ചത്. അപ്പോൾ അവർ തന്ന കണക്കുകൾ പൊരുത്തക്കേടുകൾ. 2018 ഇതുപോലെ പറഞ്ഞു, കുറച്ച് ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് പ്രശ്നം സോൾവ് ആക്കി എന്ന് പിന്നെ പറയുന്നത് കേട്ടു. അതിൻ്റെ അറിയില്ല, സത്യാവസ്ഥ അറിയത്തില്ല. മനസ്സിലായി. ശരിക്കും ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരാണ് ഈ സർവീസ് സഹകരണ സംഘത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്? തലപ്പത്ത് പ്രസിഡന്റ് ഗോപി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഗോപിനാഥൻ. AR ഗോപിനാഥൻ. ഓക്കെ. അദ്ദേഹം ഈ അടുത്തിടെ മരിച്ചു. ജൂണിൽ മരിച്ചു. ഈ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു? സഹകരണ സംഘം പ്രസിഡന്റിനെ നേരിട്ട് കണ്ടിരുന്നു? അദ്ദേഹമായിട്ട് സംസാരിച്ചു? അദ്ദേഹമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം. അദ്ദേഹം എന്നിപ്പോൾ പറയാൻ തന്നെ മനപ്രയാസമാണ്. അത്രമാത്രം എല്ലാവരും കരുതിയിരുന്ന മനുഷ്യനാണ്. എന്തെല്ലാം പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം അദ്ദേഹം എന്ന് പറയുന്നതിന് തന്നെ നമുക്ക് മനസ്സിന് പ്രയാസമാണ്. അയാളെന്നാൽ മാത്രമേ പറയാൻ കഴിയൂ, അത്രയ്ക്ക് വെറുപ്പ്. അതായത് BSNL നിന്ന് വിരമിച്ചൊരു എഞ്ചിനീയറാണ് അദ്ദേഹം. അത്രയും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു പദവിയിൽ ഇരുന്നിട്ട് അദ്ദേഹം സഹകരണ സംഘത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെയും കൂടെ മുഖം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവിടെ ആൾക്കാർ നിക്ഷേപിക്കുന്നു. അത് കഴിഞ്ഞ് ഓൾ ഓൺ എ സഡൻ ഒരു ക്രൈസിസ് വരുമ്പോൾ അദ്ദേഹം കൈമലർത്തുകയാണോ ചെയ്തത്, അതോ എന്തെങ്കിലും തൊടുന്യായങ്ങൾ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണോ? ഇങ്ങനെ പറഞ്ഞു. പിന്നെ മീറ്റിംഗ് കൂടിയിട്ട് 6 മാസത്തിനകം തിരിച്ചു തരാമെന്ന്, എല്ലാവരുടെയും ഡെപ്പോസിറ്റ്സ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെ തരും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. 6 മാസത്തിനകം തിരിച്ചു തരാമെന്ന് പറയുമ്പോഴത്തേക്കും നവംബർ 21 സൊസൈറ്റിയുടെ കാലാവധി കഴിയുകയാണ്. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. സൊസൈറ്റിയുടെ കാലാവധി മീൻസ് പിന്നെ പുതിയ തെരഞ്ഞെടുപ്പ്, ഭരണസമിതി. അതെ. അപ്പൊ എന്താ സംഭവിച്ചത് ശരിക്കും? അപ്പൊ തിരിച്ച് തരാമെന്ന് പറഞ്ഞ് നമുക്ക് 6 മാസം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നമുക്ക് അതിന്റെ ഒരു എങ്ങനെ തരും എന്നുള്ളതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രാർക്ക് കേസ് കൊടുക്കുകയോ പോലീസ് കേസ് കൊടുക്കുകയോ എന്താന്ന് വെച്ചാൽ, മീറ്റിങ്ങിന് അതൊക്കെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട്. ടോൺ മാറി. നിങ്ങൾ എന്ത് വേണോ ചെയ്തോ. കൂടിപ്പോയ ജയിലിലാണെങ്കിൽ ഞാൻ 1 മാസം ജയിലിൽ കിടന്നാൽ ഞാൻ അതുപോലെ സുഖമായിട്ട് ഞാൻ തിരിച്ചു പോയ പോലെ ഞാൻ തിരിച്ചു വരും. രജിസ്ട്രാർക്ക് കൊടുത്താലും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളുടേതായ എന്ത് വേണോ ചെയ്തോ, എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത്തരത്തിൽ ഒരു, അതായത് ഒരു സഹകരണ സംഘത്തിന്റെ നിലനിൽപ്പ്, ഒരു സഹകരണ സംഘത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്ന ഇടപാടുകാർ നൽകുന്ന വിശ്വാസവും അവർ നിക്ഷേപിക്കുന്ന പണവുമാണ് ആ സ്ഥാപനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ നിക്ഷേപകരോടാണ് അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചത്. പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ ഒരു നടപടി എന്തായിരുന്നു? അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടേതായ രീതിയിൽ പോകുമെന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ കേസ് കൊടുത്തു. ഈ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചാണോ പരാതി കൊടുത്തത്? അല്ല, വേറെ ആരൊക്കെ ഈ തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പങ്കുണ്ട്. തട്ടിപ്പിൽ ഈ ഗോപിനാഥൻ നായരോടൊപ്പം ഏറ്റവും അധികം പങ്കുള്ളത് അവിടെ 400 രൂപ ശമ്പളത്തിൽ ചിട്ടി പിരിക്കാനും ഒക്കെ പോയിരുന്ന രാജീവൻ എന്ന് പറഞ്ഞ് ഒരു ക്ലർക്ക്, ഈ സ്ഥാപനത്തിൽ അയാൾക്ക് ഇതിൽ ഗോപിയോടൊപ്പം തന്നെ അതുപോലെ തന്നെ നല്ല പങ്കുണ്ട്. അത് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാൻ കാരണം എന്താണ്? അത് യാഥാർത്ഥ്യമാണ്. അയാളുടെ പിന്നീടുള്ള ജീവിതം ഇതൊന്നും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അയാൾക്ക് അയാളുടെ വണ്ടി തന്നെ 3-4 വണ്ടി ഇപ്പോൾ പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വീടുകൾ, എത്ര വീട് കൈതമുക്കിലൊക്കെ നല്ല സെന്ററിലൊക്കെ വലിയ കണ്ണായ സ്ഥലത്താണ്. അവിടെയൊക്കെ നല്ല പ്രോപ്പർട്ടികളുണ്ട്. അതായത് ഇദ്ദേഹം സഹകരണ സംഘത്തിലേക്ക് വരുന്നത് ഒരു 400 രൂപ ശമ്പളത്തിന് ഒരു താൽക്കാലിക ജീവനക്കാരനായിട്ടാണോ വരുന്നത്, അതോ ഈ ചിട്ടികൾ പിടിക്കുന്ന ഏജന്റ് ആയിട്ടോ, അങ്ങനെയാണോ?
പ്രവർത്തിച്ചത്? എല്ലാം ചെയ്യുമായിരുന്നു, ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു, അങ്ങനെ എല്ലാം ചെയ്യുമായിരുന്നു. തുടക്കം അങ്ങനെ ആയിരുന്നു. ഈ ഗോപിനാഥൻ നായർ എന്ന വ്യക്തിയുടെ ഒരു അസിസ്റ്റന്റ് പോലെ കടന്നുകൂടിയ അസിസ്റ്റന്റ് പോലെ, ബന്ധുവാണോ അദ്ദേഹത്തിന്റെ? അല്ല, അയാളുടെ വിശ്വസ്തൻ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ശ്രീ ഗോപിനാഥൻ നായർക്ക്? ഗോപിനാഥൻ നായർക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷേ ഏത് എംപ്ലോയി സൊസൈറ്റിയും അതാത് സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു യൂണിയനുമായിട്ട് ഒരു അടുപ്പുണ്ടാവും. അങ്ങനെ മാത്രമേ സൊസൈറ്റി ആയാലും വളർന്നു വരുള്ളൂ. സാധാരണ സർവീസ് സഹകരണ സംഘങ്ങളൊക്കെ ഒരു ഇടതുപക്ഷ ആനുകൂല്യം. അതെ, ഇതും ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഇത് തന്നെയായിരുന്നു. ഇടതുപക്ഷം എന്ന് പറയുന്നില്ലെങ്കിലും ഇടതുപക്ഷ ചായ്വുള്ള യൂണിയൻ തന്നെയായിരുന്നു. ആദ്യം SNE എന്ന് പറഞ്ഞ് യൂണിയൻ്റെ ആൾക്കാരായിരുന്നു ബോർഡ് മെമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് പിന്നെ അവസാനമൊക്കെ ആയപ്പം വേറെ യൂണിയനുണ്ട്, അതിൽ നിന്നുള്ള ബോർഡ് മെമ്പേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തി സൊസൈറ്റിയിൽ. അങ്ങനെയായി. മനസ്സിലായി. അപ്പോൾ ഒരു ഇടത് ആഭിമുഖ്യമാണ് അദ്ദേഹത്തിന്. ഈ രാജീവ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? രാജീവ് ഈ കട്ടെടുത്ത പൈസ ഇതിനോടെല്ലാം നല്ല ചാരിറ്റി, അതുമാത്രമല്ല ബി ജെ പിയുടെ റാലിക്ക് മറ്റ് അവർക്ക് വലിയ സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ്, അങ്ങനെ ഇങ്ങനെ നല്ലപോലെ അതിനെല്ലാം BJP മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണോ? രാജീവ് പൊതുവെ BJP മാത്രമാണെന്നാണ്. ഒരു പ്രോ BJP കാരനാണ്. പൊതുവെ BJP മാത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റേ പുള്ളിക്കാരെ അങ്ങനെയല്ല, കംപ്ലീറ്റ് എല്ലാവർക്കും കാശ് കൊടുക്കും. ചാരിറ്റി ആണെങ്കിലും എന്തിന് മറ്റേ ഇവിടെ പത്തനാപുരത്തൊരു ഇതുണ്ടല്ലോ, ഗാന്ധി ഭവനിലെ അവിടുത്തെ ജേർണലിലൊക്കെ പുള്ളിക്കാരനെ പറ്റി വർണ്ണിക്കുന്നതൊക്കെ ഉണ്ട്. അതായത് തങ്ങളുടെ തട്ടിപ്പിന് ഒരു കുടപിടിക്കാൻ, അല്ലെങ്കിൽ തങ്ങൾക്കൊരു ബഹുസ്വീകാര്യത, ഒരു മുഖം, ഒരു പൊയ്മുഖം അണിയാൻ വേണ്ടിയിട്ട് ഇവർ കുറെ ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു. മാന്യനായിട്ട് നിൽക്കാൻ വേണ്ടി ചാരിറ്റി ചെയ്തിരുന്നു, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിന് ഫണ്ട് ചെയ്തിരുന്നു ഇവർ രണ്ടുപേരും. ഓക്കെ, അത് കഴിഞ്ഞ് തട്ടിപ്പായി നിങ്ങൾ സഹകരണ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കുന്നു. പോലീസിലേക്ക് എപ്പോഴാണ് പോകുന്നത്? സഹകരണ രജിസ്ട്രാർക്ക് മാത്രമല്ല, സഹകരണ രജിസ്ട്രാർക്ക് ഫോറം പരാതി കൊടുക്കുകയാണത്. പിന്നെ ഞങ്ങൾ ഇൻഡിവിജ്വലി വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ബാധിക്കപ്പെട്ട ഓരോ ആൾക്കാരും കൊടുത്തു ഇൻഡിവിജ്വലി. ശരി. ഇൻഡിവിജ്വലി കൊടുത്തത് 1 മാസത്തോളം അത് അവിടെ വെച്ചിരുന്നു. അപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ ഭാഗം. അതായത് ഈ കേരള പോലീസ് നിങ്ങളുടെ പരാതിയിൽ ഒരു നടപടി എടുത്തിരുന്നില്ല. വഞ്ചൂർ ഒരു നടപടി എടുത്തില്ല. കാരണം അവർ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് അവരുടേതായ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിലെ ഈ ഇത്രയും കേസ് കൈകാര്യം ചെയ്യാനുള്ള യാതൊരു സംവിധാനവും അവിടെ ഇല്ല എന്നുള്ളത് പോലെയാണ് അവരെല്ലാം വാങ്ങിച്ച FIR ഇട്ട് അവിടെ നമുക്ക് ഒരു റെസീറ്റും തരും. ഇതൊക്കെ 2022 ഒക്ടോബറിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതെ. 1 മാസത്തോളം അങ്ങനെ വെച്ചിരുന്നു. അപ്പോഴാണ് കേസ് അവർ തന്നെ പറഞ്ഞു കേസ് ക്രൈംബ്രാഞ്ചിന് പോവും, ഇത്രയധികം കോടി പരാതികൾ, വലിയ കേസാണ്. അതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമില്ല, അത് അവർക്ക് അതിനുള്ള സംവിധാനം ഇല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതുപോലെ 1 മാസം കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിന് പോവുകയും ചെയ്തു. അതായത് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഈ കേസ് ഏറ്റെടുക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആദ്യമൊക്കെ ചില പത്രവാർത്തകൾ ശരിയാണെങ്കിൽ പോലീസിന്റെ ആദ്യകാലത്തെ ഒരു നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പുകാർക്ക് അനുകൂലമായിരുന്നു. ശരിയാണോ? അത് വേറൊന്നുമല്ല, ഈ വഞ്ചൂർ കേസ് ഇങ്ങനെ 1 മാസം അവിടെ വെച്ചിരുന്നു. അങ്ങനെയുള്ളപ്പം പിന്നെ ആരും അത്ര അത് ഒരു സീരിയസ് ആയിട്ട് സൊസൈറ്റിയിൽ എന്ന് പറയുമ്പം വലിയ പലിശ നോക്കി കൊണ്ടിട്ടല്ലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പൊതുവേ. അങ്ങനെ വലിയ പലിശ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പലിശയുടെ അല്ല, മറ്റ് സൗകര്യങ്ങളായിരുന്നു. വലിയ പലിശ എന്ന് പറയാനില്ല. അങ്ങനെ FDക്ക് സീനിയർ സിറ്റിസൺ 9%, ബാങ്കിലൊക്കെ 7%, 7.25% കിട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് 9% കൊടുത്തില്ല, 2% കൂടുതൽ. അപ്പോൾ ഈ 2% ലാഭത്തിന് വേണ്ടിയിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ മാറ്റി നിർത്തിയിട്ട് സർവീസ് സഹകരണ സംഘങ്ങളിൽ പോയവർക്കാണ് ഈ കെണി വന്നു ഭവിച്ചത്. അത് ഈ നാഷണലൈസ്ഡ് ബാങ്കിലും RBIയിലും ഉള്ളവർ വരെ ഡെപ്പോസിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാർ അവിടെ നിന്ന് റിട്ടയർ ചെയ്തവർ വരെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വിശ്വസനീയമായിരുന്നു. പിന്നെ പോലീസുകാരും ചിന്തിച്ചതായിരിക്കും പക്ഷേ BSNL എഞ്ചിനീയേഴ്സ് സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രീമി ലെയർ ആൾക്കാർ മാത്രമുള്ളൊരു സംവിധാനമായിരിക്കാം. നമ്മൾ അന്വേഷിച്ചു എങ്ങനെ, അപ്പോൾ കാശുള്ളവന്റെ കാശ് പോയാൽ അങ്ങ് പോട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു കാണോ പോലീസുകാർ? അങ്ങനെ വിചാരിച്ചത് പറയാൻ പറ്റില്ല. അത്ര എന്തോ മൊത്തത്തിലൊരു മെല്ലപ്പോക്കായിരുന്നു പോലീസിന്. നിങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിലും പലിശ നോക്കിയിട്ട് കൊണ്ട് നിക്ഷേപിച്ചവരാണല്ലോ എന്ന് എന്തായാലും പോലീസുകാർ കരുതിയിട്ടുണ്ട്. പക്ഷെ അവരാരും ഈ സാധാരണക്കാർ, അതായത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, 50,000 രൂപ മുതൽ
ഈ വീട്ടുജോലിക്ക് പോകുന്നവർ വരെ നിക്ഷേപിച്ച കഥകൾ കേട്ടിട്ടുണ്ട്. അവരെയൊന്നും പോലീസുകാർ ചിന്തിച്ചതേയില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഗണിച്ചതേയില്ല. പക്ഷേ ക്രൈംബ്രാഞ്ചിൽ വന്ന ശേഷം, വഞ്ചിയൂരിൽ ക്രൈംബ്രാഞ്ചിൽ വന്ന ശേഷം ഞങ്ങളൊക്കെ ഇങ്ങനെ ഇടപെട്ടു. ക്രൈംബ്രാഞ്ച് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങൾ പ്രായമുള്ള ഞങ്ങളുടെ സാഹചര്യം, ഞങ്ങളുടെ കാര്യം, സാധാരണ ഒരു സൊസൈറ്റിയിൽ എന്ന് വെച്ചാൽ 5 ലക്ഷമോ 10 ലക്ഷമോ അല്ലെങ്കിൽ 15 ലക്ഷമോ ഒക്കെ ഇട്ടെന്ന് വെച്ചാൽ അങ്ങനെ വരും. ഇത് അങ്ങനെയല്ല. പൊതുവേ റിട്ടയർ ചെയ്ത ആളുകളാണ് കൂടുതൽ ആളുകളും. 65-നും ഒരുപാട് പേര് 65-നും 85-നും ഇടയ്ക്കുള്ള ബാധിക്കപ്പെട്ടവരെല്ലാം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രൈംബ്രാഞ്ചുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മളൊരു യൂണിറ്റ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ അവർ വളരെ കോപ്പറേറ്റീവായിട്ട്, അന്നിരുന്ന SP ആണെങ്കിൽ ഡിസംബറിലാണ് റിട്ടയർ ചെയ്തത്, 2023 ഡിസംബറിൽ. പുള്ളിക്കാരൻ അപ്പം മുതൽ പുള്ളിക്കാരൻ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായിട്ട്, ഞങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് ലുക്കൗട്ട് നോട്ടീസ് അയച്ചിട്ട് പോലും മുങ്ങി നടന്നവനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ ഡിറ്റക്റ്റീവ് കണക്കെ പ്രവർത്തിച്ച് അതിനുവേണ്ടി. അതായത് ഒരു മനുഷ്യായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഒരു സ്ഥാപനത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു, അതുമായി കുറച്ച് കള്ളന്മാർ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കുക, അവർ കടന്നു കളയുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ പരാതി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കാൻ ഈ 80 വയസ്സിലും 85 വയസ്സിലുള്ള ആൾക്കാർ ഇറങ്ങി നടക്കുകയാണ്. ഇല്ല, അവർക്ക് ഞങ്ങൾ കുറച്ചുപേരെ ഇതിനൊക്കെ പറ്റൂ. കുറച്ചുപേര് ഇറങ്ങി അങ്ങ് പുറപ്പെട്ടു. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങാൻ വയ്യാത്ത ആൾക്കാരാണ് കൂടുതൽ. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ എന്നെക്കാളും ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരാണ് ഡിറ്റക്റ്റീവ് കണക്കെ പ്രവർത്തിച്ചു. ഈ വളരെ സഹകരിച്ച്, ക്രൈംബ്രാഞ്ചുമായിട്ട് വളരെ സഹകരിച്ച്. അവരും നമ്മളോട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ തന്നെ SP ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഒരു പോലീസ് ഓഫീസിൽ ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും നമ്മളെ കേൾക്കുന്നത് നമ്മൾ കരുതിയിട്ടില്ല. അത്രയ്ക്കൊരു സ്വീകാര്യത നമുക്ക് തന്നു അവർ പിന്നീട്. മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുറേ ഇദ്ദേഹത്തിൻ്റെ ബെനാമികൾ എന്ന് പറയുന്ന, അതായത് ഗോപിനാഥൻ നായർ കുറേ എന്തൊക്കെയോ അവരുടെ ബെനാമി പ്രോപ്പർട്ടീസ് ഒരുപാട് വാങ്ങിക്കൂട്ടിയതായിട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ബെനാമി ഇടപാടുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ബാധിക്കപ്പെട്ടവർ ഇറങ്ങി തിരിച്ചതായി കേട്ടിരുന്നു. ശരിയാണോ? അതെ അതെ. എന്നിട്ട് അത് നിങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറുകയാണ്? ഞങ്ങൾ കൈമാറിയിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാമോ? അതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, രജിസ്ട്രേഷൻ സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ നമുക്കറിയാം ഇവരുടെ ആൾക്കാരുടെയൊക്കെ പേര്. ഗോപിനാഥൻ നായരുടെ 5-6 സഹോദരങ്ങളുണ്ട്. ഷീജ മണികണ്ഠൻ്റെ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ. ഷീജ മണികണ്ഠൻ ആരാണ്? ഷീജ മണികണ്ഠൻ എന്ന് പറയുന്നത് ഗോപിയുടെ ഏറ്റവും വലിയ സഹായി, ഏറ്റവും വലിയ ബിനാമി. ബന്ധുവാണോ? ഒരു ബന്ധവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ തീരെ ഒരു താഴേക്കടയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവരിപ്പം വലിയ കോടിപതിയാണ്. അവർ എവിടെയാണ്? ട്രിവാൻഡ്രം സ്വദേശി. അവർ കൊല്ലത്താണ്. ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ഓൾ ഇൻ ആളായിട്ടുള്ള ഒരു ഓളിനാളായിട്ട്. അപ്പോൾ അവരുടെ പേര് ഇതുപോലെ പല ആൾക്കാരുമായിട്ടും, പല ശാന്തകുമാരി എന്ന് പറഞ്ഞ് പല സ്ത്രീകളുമായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഓക്കെ. അവരുടെ എല്ലാം പേരിൽ ഇദ്ദേഹം സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി. അതിലേറ്റവും അധികം ഷീജ മണികണ്ഠൻ. ആധാരമായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയ നമ്മുടെ പൈസ. ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഷീജ മണികണ്ഠന്റെ ആള് വരുമ്പോഴത്തേക്കും കൊടുത്തുവിടും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഫിസിക്കലി കാശ് കൊടുത്തു വിടുക. ഫിസിക്കലി. അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വെയർ ബോട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളിൽ ചിലർ ഇറങ്ങി തിരിച്ചു, കണ്ടെത്തി, കിട്ടിയ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറി. ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അതായത് തട്ടിപ്പ് നടത്തി മുങ്ങുന്ന ബിരുദന്മാരെയൊക്കെ കണ്ടുപിടിക്കുക, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക, എന്നിട്ട് അവരാൽ ബാധിക്കപ്പെട്ടവർക്ക് ആ സ്വത്ത് വീതം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. അങ്ങനെ ഒരു സംവിധാനത്തിന് നിങ്ങൾ ശ്രമിച്ചിരുന്നോ? ഞങ്ങളാണ് ആദ്യമായിട്ട് ശ്രമിച്ചത്. ശരിക്കും ബഡ്സ് ആക്ട് ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പം നമുക്ക് ബാധകമാവുമോ എന്നുള്ളത് സംശയിച്ചു. പക്ഷേ ബഡ്സ് ആക്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സൊസൈറ്റീസ് റെഗുലേറ്റഡ് ആണെങ്കിൽ പോലും അതിൽ ചില സന്ദർഭങ്ങളിൽ അൺറെഗുലേറ്റഡ് ആയി മാറിക്കഴിഞ്ഞാൽ അവിടെ ബഡ്സ് ആക്ട് ബാധകമാണെന്നുള്ളത് മനസ്സിലായി. ചില സന്ദർഭങ്ങളെന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള പലിശ തരാതിരിക്കുകയോ മുതൽ തരാതിരിക്കുകയോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനെയും ബഡ്സ് ആക്ടിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ആ സാധ്യത ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഇത് ബഡ്സ് ആക്ടിൻ്റെ അധികാരി എന്ന് പറഞ്ഞാൽ കമ്പീറ്റൻ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ ആളാണ്. സെക്രട്ടേറിയറ്റിലെ IAS ഓഫീസറാണ്. അദ്ദേഹത്തെ കണ്ടു. സെക്രട്ടേറിയറ്റിൽ ചീഫ് മിനിസ്റ്റർക്ക് സെക്രട്ടേറിയറ്റിൽ മുഴുവൻ കാണാനാരും ബാക്കിയില്ല. എല്ലാവരെയും കണ്ടു. എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുത്തു. അവസാനം കൂട്ടായ നിവേദനം 10,000 പേരുടെ ബഡ്സ് ആക്ട് ഇൻവോക്ക് ചെയ്യണമെന്നും പറഞ്ഞു. അതിനൊക്കെ ഞങ്ങളോടൊപ്പം ക്രൈംബ്രാഞ്ച് SP, അന്നത്തെ SP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. തൃശ്ശൂരുകാരനാണ്. ഇത് ഇപ്പോൾ വിരമിച്ചു. വിരമിച്ചു. ഓക്കെ. അപ്പോൾ
നിങ്ങൾ ബഡ്സ് ആക്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചു. അപ്പോൾ ബഡ്സ് ആക്ട് എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്താലും ഈ കള്ളന്മാർ കട്ടുകൊണ്ടുപോയ തുകയെല്ലാം എവിടെയൊക്കെയാണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി തിരിക്കുകയായിരുന്നു. പിന്നത്തെ പ്രശ്നം ഞങ്ങളുടെ ഈ പ്രഷർ കാരണം 2023 മെയ് 19 മറ്റേ കമ്പീറ്റൻ്റ് അതോറിറ്റി മിസ്റ്റർ സജയ് കൗൾ കമ്പീറ്റൻ്റ് അതോറിറ്റി ആണ് നമുക്ക് ബഡ്സ് ആക്ട് BSNL എഞ്ചിനീയർ സൊസൈറ്റിയെ ബഡ്സ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇഷ്യൂ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ഒന്നും ആയിട്ടില്ല. ഒരു ഓർഡർ വന്നു എന്ന് വിചാരിച്ചു ഒന്നും അപ്പം ഞങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു. ബഡ്സ് ആക്ടിൻ്റെ റൂൾ അനുസരിച്ച് വിതിൻ 6 months എല്ലാം സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായി. പക്ഷേ 6 മാസത്തിനകത്ത് ഒന്നും ഉണ്ടായില്ല. 6 മാസമല്ല, ഇപ്പം മെയ് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും 1 വർഷം ഈ ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയും ചെയ്തു. ഇപ്പൊ പോയി. അതെ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് നമുക്ക് അതിശയമായിരുന്നു. എങ്ങനെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് സെക്രട്ടറി 4 ചാർജാണ്. ഫൈനാൻസ് സെക്രട്ടറി, ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ചെയർമാൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ, ബഡ്സ് ആക്ടിൻ്റെ കമ്പീറ്റൻ്റ് അതോറിറ്റി എല്ലാം ഇതെല്ലാം കൂടി ഓടിയെത്തും. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാനൊന്നും പറ്റത്തില്ല. അദ്ദേഹത്തിന് കാണാനേ പറ്റത്തില്ല. അത് ഓർഡർ ഇട്ടു. ഓർഡർ പ്രഷർ കാരണം ഓർഡർ ഇട്ടു. ബഡ്സ് ആക്ടിന്റെ ഓർഡർ ഇട്ടപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ആഘോഷിച്ച പോലെ സന്തോഷമായി. എല്ലാ പ്രശ്നവും തീർന്നു. 6 മാസം അല്ലെങ്കിൽ 1 വർഷം എന്ത് വന്നാലും. പിന്നെ അതിലേക്ക് കടന്നു വന്നപ്പോഴാണ് അതിനകത്തുള്ള ഓരോ നൂലാമാലകൾ മനസ്സിലാവുന്നത്. എന്താണ് അതിലെ കുരുക്ക്? എന്താണ് അതിലെ കുരുക്ക്? അതിൽ ചില സെക്ഷൻസ് ഏത് വിധത്തിൽ വേണോ വ്യാഖ്യാനിക്കാമെന്നുള്ളതാണ്. ഇത് ഒരു പ്രീസിഡൻസ് ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബഡ്സ് ആക്ട് ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പം ആർക്കും ഇതേപ്പറ്റി അവെയർ അല്ല എന്നുള്ളതാണ്. ഒരു വക്കീലുമാരാണെങ്കിലും ഒരാൾ അവരുടെ ഇതനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. കോടതിയിൽ മുമ്പുള്ളൊരു കേസ് റെഫർ ചെയ്യാനില്ല, ഒന്നുമില്ല. അങ്ങനെ വരുന്നപ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ. ആ സെക്ഷൻ ബാധകമല്ല, ഈ സെക്ഷൻ ബാധകമല്ല, അങ്ങനെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ ഞങ്ങൾ വാദിച്ചു സെക്ഷൻ 4 ഈ സൊസൈറ്റി നല്ല രീതിയിൽ അല്ലാതെ അൺഓതറൈസ്ഡ് പ്രവർത്തനം തുടങ്ങിയതുകൊണ്ട് അതിനെ സെക്ഷൻ 4 അനുസരിച്ച് ബഡ്സ് ആക്ട് ഉൾപ്പെടുത്താമല്ലോ. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബഡ്സ് ആക്ടിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്തുള്ള വേറെ ഏത് സെക്ഷൻ വേണോ ഇൻവോക്ക് ചെയ്തുകൂടെ എന്ന് ഞങ്ങളാരും വക്കീലുമാരല്ലല്ലോ. അപ്പോഴേ അത് പറ്റത്തില്ല എന്നുള്ള തരത്തിലാണ് പോലീസല്ല കോടതി പറയുന്നു. അപ്പം അങ്ങനെ തടസ്സം എന്താണ് അവർ പറയുന്നത്? അങ്ങനെ ഒരു ഏതെങ്കിലും ബഡ്സ് ആക്ട് സെക്ഷൻ 3ഉം 5ഉം ബഡ്സ് ആക്ട് പറഞ്ഞേക്കുന്നത് അൺഓതറൈസ്ഡ് ഡെപ്പോസിറ്റിനുള്ളതാണെന്നാണ്. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള നിക്ഷേപ സമാഹരണത്തിനെതിരായിട്ടാണ് ഈ പറയുന്ന സെക്ഷൻ 3ഉം 5ഉം. നിങ്ങളത് നിയമവിരുദ്ധമായിട്ടല്ല അവർ നിങ്ങളുടെ കാശ് കൈപ്പറ്റിയിരിക്കുന്നത്. നിയമപരമായിട്ട് സൊസൈറ്റി എന്നുള്ള പേരുള്ളത് കൊണ്ട് സെക്ഷൻ 4 മാത്രമേ ഞങ്ങൾക്ക് ബാധകമാകൂ എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് 4 വെച്ച് ബഡ്സ് ആക്ട് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള ബഡ്സ് ആക്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഏത് സെക്ഷനും ഇൻവോക്ക് ചെയ്യുന്നതിന് അങ്ങനെ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയല്ല, അതിൽ പറഞ്ഞേക്കുന്ന സെക്ഷൻ 7(3)ലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സെക്ഷൻ 3 അനുസരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നിയമത്തിന്റെ കുരുക്ക് കിടക്കുന്നത്. അതായത് നിയമം അനുശാസിക്കുന്നത് അനധികൃതമായിട്ടുള്ള റെഗുലേറ്റ് ചെയ്യപ്പെടാത്ത തരത്തിലുള്ള സമ്പാദ്യ സ്വീകരണം നടത്തുകയോ അതിൽ മാൽപ്രാക്ടീസ് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള വകുപ്പ് അതിലുണ്ട്. പക്ഷേ ഒരു രജിസ്റ്റർ ചെയ്ത് നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത് സഹകരണ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘം ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിയാൽ അവരെ കൊടുക്കാൻ നിയമമില്ല. അവരെ കൊടുക്കാൻ നിയമമുണ്ട്, ശിക്ഷിക്കാനും ഒക്കെ നിയമമുണ്ട്. സ്വത്ത് കണ്ടെത്താൻ പറ്റില്ല. ഈ അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ പറയുന്നില്ല. മെയിനായിട്ട് അതാണ് വസ്തു അറ്റാച്ച് ചെയ്യുന്ന പറയുന്നില്ല. അപ്പം നമുക്ക് പൈസ ഇല്ല, ഈ അറ്റാച്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഇത് അറ്റാച്ച് ചെയ്യാതിരുന്നാൽ നമുക്ക് എങ്ങനെ പൈസ കിട്ടും? നിങ്ങളുടെ മുന്നിൽ ആകെ നിങ്ങളെ കബളിപ്പിച്ചു കൊണ്ടുപോയ കാശ് തിരികെ കിട്ടാൻ നിങ്ങളുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളന്മാരുടെ കള്ളപ്പണം അല്ലെങ്കിൽ ഇവർ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ കണ്ടെത്തി അത് വിറ്റ് കിട്ടുന്ന കാശ് നിങ്ങൾക്ക് വീതം വെച്ച് തരിക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു സൊല്യൂഷൻ. അതേ ഉള്ളൂ. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ബഡ്സ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ ബഡ്സ് ആക്ട് പറയുന്നു ഈ പറയുന്നത് പോലെ നിയമപരമായി രജിസ്റ്റർ ചെയ്ത ഒരു ഏജൻസി നടത്തിയ തട്ടിപ്പായതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കാൻ പറ്റില്ല. സെക്ഷൻ 3ഉം 5ഉം പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇത് എന്തുകൊണ്ടാണ് അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് ഈ സെക്ഷൻ 3ഉം 5ഉം? പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ നിയമം? അതാണ് ചോദ്യം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കാം. അങ്ങനെയാണല്ലോ. ഇപ്പോൾ പോലീസ് എന്താ പറയുന്നത്? ഇതിൽ എന്താ ശരിക്കും ബഡ്സ് ആക്ട് നിങ്ങൾക്ക് മുന്നിൽ നീതിക്കുള്ള ഏക വഴി ബഡ്സ് ആക്ട് ആണ്.
അത് ഏകദേശം അടഞ്ഞതുപോലെ എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? എൻക്വയറി പോലീസ് ക്രൈംബ്രാഞ്ച് നമുക്ക് ബാധകമാണെന്നുള്ള തരത്തിലാണ് സെക്ഷൻ 3, 5 ഇട്ട് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോൾ ഈ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഇതിലെ മെയിൻ അക്യൂസ്ഡ്, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ബനാമികളിൽ പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായികളായി കിങ്കരന്മാരായി നിന്ന സൊസൈറ്റിയിൽ നിന്ന ആൾക്കാരെല്ലാവരും പിടിക്കപ്പെട്ടു. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്താണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. അവരൊക്കെ അവരുടെ ബിസിനസ് ചെയ്യുന്നു. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. തട്ടിപ്പ് നടത്തിയ ആൾ ഇയാളുടെ സഹോദരിയുടെ മകൻ. അയാളുടെ ജോലിയൊന്നും ബാധിക്കപ്പെട്ടു. അയാളും ജയിലിൽ കിടന്നു. പക്ഷെ അയാളുടെ ജോലിയൊന്നും ബാധിച്ചിട്ടില്ല. അതുകൊള്ളാം. ഒരു മനുഷ്യായുസ് മുഴുവൻ കഷ്ടപ്പെട്ട കാശ് മുഴുവൻ പോയ ആൾക്കാർ ഈ 80-ാമത്തെ വയസ്സിലും 85-ാമത്തെ വയസ്സിലും കോടതി കയറി ഇറങ്ങുമ്പോൾ ഈ തട്ടിപ്പ് നടത്തിയ വീരന്മാരെല്ലാവരും സുഖമായിട്ട് ജാമ്യം എടുത്ത് പുറത്തിറങ്ങി നടക്കുന്നു. എന്നാൽ ഇവന്മാർ അടിച്ചുകൊണ്ട് പോയ ഈ കാശ് പല ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരു ലെസ്റ്റർ ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ടൊരു ഡീലർഷിപ്പ് ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ മനുവും ഗോപിയുടെ സഹോദരൻ. ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ കേട്ടിരുന്നു. അതായത് ഈ തട്ടിപ്പ് വീരന്മാരിൽ ഒരാൾ, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അയാൾ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ഇയാളെ കണ്ടുപിടിക്കാനായി നാട് നീളെ വലവിരിച്ച് നടന്നപ്പോൾ അയാളുടെ വീട് വിൽക്കാൻ OLX പരസ്യം വിട്ടതായിട്ടൊരു. രാജീവ്. ശരിയാണോ സംഭവം? അതെ. രാജീവ് എന്താ ചെയ്ത പുള്ളി? ഇത് അറ്റാച്ച്മെന്റ് ഒന്നും ആയില്ല. അപ്പോൾ OLX പരസ്യം ഇട്ടു. കൈതമുക്കിലെ ഒരു വലിയ വീടാണ്, അത് വിൽക്കാൻ പരസ്യം ഇട്ടിരുന്നു. 400 രൂപ ശമ്പളത്തിന് ഈ സൊസൈറ്റി വന്നു കയറിയ ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ വലിയ ആള്. ഇപ്പം എത്ര വാഹനങ്ങളാണെന്നറിയോ? ഇവരെ ആകെ 10-12 വാഹനങ്ങൾ. ചെറിയ ചെറിയ വാഹനങ്ങളൊന്നുമല്ല, ആഡംബര വാഹനങ്ങൾ, ലക്ഷറി ട്രാവലർ, പിന്നെ ഫോക്സ് വാഗൺ, പിന്നെ ഇവന്റെയൊക്കെ കൂടിയ വലിയ വിലയുള്ള ബൈക്ക്, സ്പോർട്സ് ബൈക്കും പിന്നെ വലിയ വിലയുള്ള ബൈക്ക്, പിന്നെ വന്നിട്ട് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫ്രീസറെല്ലാം ഉള്ള വെഹിക്കിൾ ഉണ്ടല്ലോ, ഫ്രീസറൊക്കെ ഉള്ള ഫ്രോസൺ ഫുഡ് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിനുള്ള കണ്ടെയ്നേഴ്സ്, അങ്ങനത്തെ വെഹിക്കിള് എല്ലാം കൂടി ഒരു 10-12 വെഹിക്കിളിനകത്ത് ക്രൈംബ്രാഞ്ച് പോലീസ് എത്രയോ വാഹനങ്ങൾ പിടിച്ചിട്ടിട്ടില്ല. അത് തന്നെ ഒരു 12 വാഹനങ്ങളോളം ഉണ്ട്. എല്ലാം സഹകരണ സംഘത്തില് ഈ കളക്ഷൻ ഏജന്റ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ജോലിക്ക് കയറിയ ഒരാൾക്ക് എങ്ങനെയായി ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം കോടികളുടെ ആസ്തി വന്നത്? ഒന്നില് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വേണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലോട്ടറി അടിക്കണം. അല്ലാതെ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. നാട്ടുകാരുടെ പറ്റിച്ച കാശാണ്. ഇവരിപ്പോഴും പുറത്ത് സുഖമായി എവിഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവർ പറ്റിച്ചാണെന്നുള്ളതിന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് എവിഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന് ഇതെല്ലാം ബോധ്യപ്പെട്ടു. കോടതിക്കും ബോധ്യപ്പെട്ടു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരെന്ത് ചെയ്യും? നിയമത്തിലെ കുരുക്കാണ്. അത് മാത്രമേ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻക്വയറി ചെയ്ത് 260 കോടിക്ക് പുറത്ത് സ്കാം ഉണ്ടെന്നെല്ലാം തെളിയിച്ചു. പക്ഷേ ഇതിൽ ആ സൊസൈറ്റി ബിൽഡിങ് BSNLകാർ ഒഴിപ്പിച്ചു. സൊസൈറ്റിയുടെ അക്കൗണ്ട് ഒന്നുമില്ലെങ്കിലും ഫ്രീസ് ചെയ്തു. അപ്പോഴേ ഈ BSNL വർക്കിംഗ് ആൾക്കാരുടെയും മറ്റേ റിട്ടയർ പെൻഷനിൽ നിന്നും വർക്കിംഗ് ആൾക്കാരുടെയൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് ലോൺ എടുത്തതിൽ നിന്ന് പേഴ്സണൽ ലോൺ കൊടുത്തിരുന്നു BSNLകാർക്ക്. അതെല്ലാം പിടിച്ചിരുന്നു, അതെല്ലാം നിന്നു. FD ലോൺ എടുത്തതെല്ലാം നിന്നു. അതൊന്നും ഇപ്പം ആർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ കുറേ എല്ലാം റിപ്പോർട്ടിലുണ്ട്. പക്ഷേ അതൊക്കെ തിരിച്ചു പിടിക്കാനോ മറ്റേനോ ഒന്നിനോ ഉള്ള നടപടികളൊന്നും ആര് ചെയ്യും, എങ്ങനെ ചെയ്യണം എന്നാണ്. ഇപ്പോൾ സൊസൈറ്റി രജിസ്ട്രേഷനിൽ നിന്ന് മാറി ബഡ്സ് ആക്റ്റിൽ വന്നു അതെങ്ങും എത്തിയില്ല. ഇപ്പം ഈ നമുക്ക് കിട്ടാനുള്ള പൈസ പോലും പിരിക്കണത് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനായിട്ട് ആരുമില്ല. നമുക്ക് സർക്കാരിൻ്റെ ഒരു സാമ്പത്തികം പ്രത്യേകിച്ച് വേണ്ട, പക്ഷേ സർക്കാർ ഏത് വിധത്തിലും ഞങ്ങളെ സഹായിക്കാൻ പറ്റും മുൻകൈ എടുത്ത് നീങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും. കരുവന്നൂർ സർവീസ് സഹകരണ സംഘം തട്ടിപ്പ് നടന്നപ്പോൾ സർക്കാർ മറ്റേ പ്രത്യേക പാക്കേജോ നിധിയോ എന്തൊക്കെ പ്രഖ്യാപിച്ചു. കാരണം അവിടെ CPMകാരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് അറ്റ്ലീസ്റ്റ് പാർട്ടിക്കെങ്കിലും മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം ബാധിക്കപ്പെട്ടവരിൽ നല്ലൊരു ശതമാനം പാർട്ടിക്കാരാണ്. അത് ഒരു പ്രത്യേക കേസായി പരിഗണിക്കാം. പക്ഷേ ഇവിടെ BSNL എംപ്ലോയി സർവീസ് സഹകരണ സംഘം അല്ലെങ്കിൽ BSNL എഞ്ചിനീയർ സർവീസ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ കാശ് തരാനായിട്ട് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. പ്രത്യേക പാക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കള്ളന്മാർ കൊണ്ടുപോയ മുതൽ കണ്ടുകെട്ടി തിരികെ തരിക. അതിനൊരു നിയമത്തിന് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നിയമം പൊളിച്ചെഴുതുക. ഇതാണ് നിങ്ങളുടെ ആവശ്യം. അതെ, ഞങ്ങൾ തന്നെ ആദ്യം തീരെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കേസ് ബാധിക്കുന്നതിന് മറ്റും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അവസാനം കുറേ കഴിഞ്ഞ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പോസ്റ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കൊരു ഓഫീസ് റൺ ചെയ്യുന്നതിനോ പുള്ളിക്ക് ഒരു പ്രാഥമികമായ പല കാര്യങ്ങൾക്കുമുള്ള യാതൊരു സാഹചര്യവും ഇല്ല.
അത് നമ്മളെ ഏതെല്ലാം വിധത്തിൽ സഹായിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. നിങ്ങളെ സഹായിക്കണമെങ്കിൽ സർക്കാർ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒരു ഓഫീസോ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നിങ്ങളുടെ കേസ് സുഗമമായിട്ട് നടത്താൻ. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബഡ്സ് ആക്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ കോടതിയുടെ പരിഗണന എനിക്ക് തോന്നുന്നു ഹൈക്കോടതി എത്തിയെന്ന് തോന്നുന്നു. ഹൈക്കോടതിയിൽ എത്തിയത് ആണോ? എത്തി. അവിടെ ഇപ്പൊ എന്താ അവസ്ഥ? ഹൈക്കോടതി നിങ്ങളുടെ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണോ? കേസ് വിളിച്ചു, അത്രമാത്രം എത്തിയതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി ഓരോ സ്വാഭാവികമായും നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ കൗണ്ടർ പാർട്ടിയും ഹൈക്കോടതിയെ കേൾക്കുമല്ലോ. അവർക്ക് എന്താണ് സ്വാഭാവികമായിട്ട് ഈ കട്ട് വെച്ചിരിക്കുന്ന മുതലാണെങ്കിലും ഇവർ ഈ കട്ട മുതൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കട്ട മുതൽ വിട്ടുകൊടുക്കാൻ ഇതല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഉണ്ടെന്നാണ്. നമ്മൾ കേരളത്തിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. കേരളത്തിന് പുറത്തും സംഭവങ്ങളുണ്ട്. ഉണ്ട്. അപ്പം അതായത് ഈ കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഇവരുടേതെന്ന് പറഞ്ഞ് കണ്ടുകെട്ടിയ ഭൂമി അല്ലെങ്കിൽ ആസ്തികൾ ഇത് മാത്രം വിറ്റാൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാശ്, അതായത് ഈ 260 കോടി രൂപ തിരികെ കിട്ടുമോ? കിട്ടും. അതിനുള്ള സംഭവം നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തന്നെ സമയബന്ധിതമായി അതെങ്ങനെ നമുക്കത് ഓപ്ഷൻ ചെയ്ത് നമുക്ക് അതിൻ്റെ ഡെപ്പോസിറ്റേഴ്സിനെ സഹായിക്കാം എന്നുള്ളതിനൊരു സ്കീമോ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഇപ്പം തന്നെ 10-12 പേര് മരിച്ചുപോയി. ഈ ഷോക്ക് കാരണം തന്നെ 10-12 പേര് മരിച്ചുപോയി. കിഡ്നി പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വായിച്ചൊരു ഓർമ്മ ഉണ്ട്. ഡയാലിസിസ് ചെയ്യാൻ വെച്ചിരുന്ന പൈസ എടുത്ത് ഈ സർവ്വസംഘത്തെ ഇട്ടു പോയി കിട്ടി. ഇതിലെ എച്ചിൽ പാത്രം കഴുകിയിട്ട് ഉള്ള അത് പാവങ്ങളുടെ പൈസ 50,000 ഒക്കെ അതൊക്കെ ഞങ്ങൾ ഈ അവസ്ഥയിൽ ഞങ്ങൾ സഹായിക്കാൻ പറ്റുന്നത് ഞങ്ങൾ സഹായിക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ബാധിക്കപ്പെട്ട ആൾക്കാരെ സഹായിച്ചു. ഓക്കെ. ഇപ്പോൾ ഈ തട്ടിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പിടിച്ചുകൊണ്ടുപോയ അല്ലെങ്കിൽ അവരുടേതെന്ന് പറഞ്ഞ് കണ്ടുകെട്ടപ്പെട്ട സ്വത്തുക്കൾ പോയാലും ഈ പിടിച്ചതിനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലുണ്ട്. ഇപ്പം തന്നെ അവർക്ക് ലിക്വിഡ് ക്യാഷ് ഇപ്പോഴും അവർക്ക് ഇഷ്ടം പോലെ ലിക്വിഡ് ക്യാഷ് ഒക്കെ ഉണ്ട്. ഈ അടുത്തിടെ ഞാൻ എവിടെ വാർത്തയോ സോഷ്യൽ മീഡിയയിൽ എവിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതായത് ഇതിൽ ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിലൊരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മുഖ്യപ്രതി, അതായത് ഗോപിനാഥ് നായരുടെ ബനാമിയായിട്ട് അറിയപ്പെടുന്ന ഒരു ലേഡി, ഇവരെന്തോ വലിയ സിനിമാ സന്നാഹത്തോടു കൂടിയൊക്കെ പോലീസ് ജയിലിലൊക്കെ വരുന്നത് കണ്ട് എന്തായിരുന്നു സംഭവം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തതിനെതിരെ ഞങ്ങൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തു. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി. ഞങ്ങൾ പൈസ പിരിച്ചാണ് ഞങ്ങൾ സുപ്രീം കോടതി പോകുന്നത്. സുപ്രീം കോടതി വക്കീലിന്റെ ഫീസൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവർക്ക് അതൊന്നും പ്രശ്നമേ അല്ല. നമ്മളെ കോടികൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം സുപ്രീം കോടതി വേറെ ഒരു മായ എന്ന് പറഞ്ഞിട്ട് ബോർഡ് മെമ്പർക്ക് ജാമ്യം കൊടുത്തതിന്റെ ബേസിസിലാണ് ബാക്കി എല്ലാവർക്കും ജാമ്യം കൊടുത്തത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ജാമ്യത്തിന്റെ പേര് പറഞ്ഞ് അതുപോലെ എല്ലാവർക്കും ജാമ്യം കൊടുക്കാൻ പറ്റൂല, അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇവർ സറണ്ടർ ചെയ്യണമെന്ന് സുപ്രീം കോടതി ഓർഡർ വന്നു. അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഓർഡർ വന്നെങ്കിലും ജൂലൈ 29-30 മുന്നേ സറണ്ടർ ചെയ്യണമെന്നായിരുന്നു. അവർ സറണ്ടർ ചെയ്തില്ല. അവർ ഹോസ്പിറ്റലിൽ പോയി കിടന്നു. അതിപ്പോ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോകും. ആരും ചോദിക്കാനും പറയാനും ഇല്ല. ഞങ്ങൾ ഈ കാശ് ചെലവാക്കി നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വിധി, നമുക്ക് ഫേവറബിളായിട്ട് വിധി ഉണ്ടായിട്ട് പോലും ഒന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ കോർട്ട് ലക്ഷ്യമാണ് ഇത്. ഈ സറണ്ടർ ആയില്ല എന്ന് പറയുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. നമ്മൾ പിന്നെയും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനും പോകും. നമുക്ക് ഇത് തന്നെയാണ് പണി. അപ്പോഴും നമ്മൾ അപ്പം ക്രൈംബ്രാഞ്ച് ആ സമയം ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വിഷമം ഉണ്ടായ സംഭവമാണത്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചിട്ടാണെന്നറിയില്ല. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാൻ പോയില്ല. ഇവർ സറണ്ടർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു വലിയ വിഷമമാക്കി. കാരണം അതുവരെ തുടക്ക സമയത്ത് അപ്പോഴും കംപ്ലീറ്റ് BSNLന്റെ ഇത് അത്രത്തോളം ജാഗരൂകരായിട്ട് കംപ്ലീറ്റ് പേട്ട ഓഫീസിൽ മുഴുവൻ ഞങ്ങളുടെ കേസ് ക്വിക്കായിട്ട് എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെ നോക്കിയിരുന്നതാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെ വന്നപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് സിനിമാ നടിമാരൊക്കെ വരുന്ന പോലെ ബോഡി ഗാർഡിനെയൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അവർ അറസ്റ്റ് ചെയ്യും എന്നുള്ള അവസാനം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരും. എല്ലാവർക്കും ഇതാവുന്നുള്ള അവസാനം തിരുവോണം കഴിഞ്ഞ അടുത്ത ദിവസം ഓണമൊക്കെ ആഘോഷിച്ചിട്ട് അടുത്ത ദിവസം അവർ സറണ്ടറായി. അപ്പോൾ സറണ്ടർ ആവാനായിട്ട് വന്നതാണ് ചെറുപ്പക്കാരായ ഗുണ്ടാസംഘങ്ങളായിട്ട് 3-4 വണ്ടിയിൽ വന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇവരെ വന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ജയിലിലേക്ക് താലപ്പൊലി ഇല്ലെന്നേ ഉള്ളൂ. അത്രയും സംവിധാനത്തോടു കൂടി ജയിലിലും കൊണ്ടുപോയി. പണത്തിന് മേലെ എവിടെ പരുന്തും പറക്കൂല എന്നുള്ള ഒരു ഇത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഇപ്പം ജയിലിലാണ്.
പക്ഷേ എല്ലാ സന്നാഹത്തോടും കൂടി നാട്ടുകാരെ പറ്റിച്ച കാശുണ്ട്, പ്രൈവറ്റ് സെക്യൂരിറ്റി ഏർപ്പാടാക്കി ഏതോ ഒരു സിനിമാ താരം വരുന്നത് പോലെ ക്രൈംബ്രാഞ്ച് വരുന്നു, അവിടുന്ന് ജയിലിൽ പോകുന്നു. ഇപ്പൊ ജയിലിനകത്ത് ഒരുപക്ഷെ അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അധികാരികൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മൾ പലതും കേൾക്കുന്നത്. മനസ്സിലായി. ഇപ്പോൾ നമുക്ക് അത് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് വെച്ച് അങ്ങനെ തന്നെ ആവണം. ഇപ്പം നിലവിൽ മുന്നിലുള്ള ഏക പ്രതീക്ഷ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. ആ കേസിൽ നിങ്ങൾ ബാധിക്കപ്പെട്ട ഇരകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ ബഡ്സ് ആക്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു വിധി, അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെ അതെ. ഓക്കെ മാഡം, വലിയൊരു മാഡത്തിനുണ്ടായ നഷ്ടത്തിന് നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല, അല്ലെങ്കിൽ മാഡത്തെ പോലെ ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് എന്താണ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാനില്ല. നിങ്ങൾ വിശ്വസിച്ചു, പണം നിക്ഷേപിച്ചു, പോയി. ഇനിയും ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ പറ്റിക്കപ്പെട്ടാലും എത്രയൊക്കെ കബളിപ്പിക്കപ്പെട്ടാലും പിന്നെയും ആളുകൾ തട്ടിപ്പ് സംഘങ്ങളിലോ ബ്ലേഡ് കമ്പനികളിലോ പൈസ ഇടുന്നതിന് യാതൊരു കുറവുമില്ല. കേരളം എത്രയൊക്കെ പ്രബുദ്ധമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്നെയും ബ്ലേഡ് കമ്പനികളിൽ പോലും കാശിടാറുണ്ട്. പലരുടെയും കാശ് ഇന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഈ സർവീസ് സഹകരണ സംഘങ്ങളിൽ കാശ് ഇടുന്ന അല്ലെങ്കിൽ ഇടാൻ താല്പര്യപ്പെടുന്ന, ഇപ്പോൾ ഇടുകയും ഇനിയും ഇടുകയും ചെയ്യുന്ന, ഇടാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത് അവസാനമായി? അപ്പോൾ തൽക്കാലം ഈ ബഡ്സ് ആക്ട് നല്ല ഒരു ആക്റ്റാണ്. പക്ഷേ അതിൽ ചില എന്താ പറയുക കോൺട്രഡിക്ഷൻസും അനോമലീസും ഉള്ളത് റെക്ടിഫൈ ചെയ്ത് ആ കേന്ദ്ര നിയമം തന്നെ റെക്ടിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഹൈക്കോടതിയിൽ കഴിഞ്ഞ് നമ്മൾ സുപ്രീം കോടതിയിലായാലും ഞങ്ങൾക്ക് പോയേ പറ്റൂ, ഞങ്ങളുടെ കാശ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ പോവും. അപ്പോൾ അത് കേന്ദ്രം തന്നെ ഇടപെട്ട ആ നിയമത്തിലുള്ള അനോമലീസ് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ, അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് നീതി അങ്ങനെ മാത്രമേ നമുക്ക് ഈ ബഡ്സ് ആക്ട് കൊണ്ട് ഉപയോഗം വരികയുള്ളൂ. അപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സൊസൈറ്റിയിൽ നിന്ന് പ്രസിഡൻ്റ് ആണെങ്കിൽ റിട്ടയർ ചെയ്ത ശേഷം 4-5 കൊല്ലം പ്രസിഡൻ്റായിരുന്നു. ഇതൊന്നും RBIൻ്റെയോ SEBIയുടെയോ മറ്റോ കീഴിൽ വരുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളല്ല ഈ സൊസൈറ്റികളെ കൺട്രോൾ ചെയ്യുന്നത്. സഹകരണ സംഘത്തിന്റെ നടത്തിപ്പൊക്കെ എത്രയാണ് എന്നാണ് നമ്മളിപ്പം അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ജനോപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഒരുപാട് ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ജനങ്ങളെ വഞ്ചിക്കാനുള്ള സന്നദ്ധ സംഘടന പോലെയാണ് ഇപ്പം പലതും കേൾക്കുന്നത്. അപ്പം കഴിയുന്നത് ഇനി എൻ്റെ അഭിപ്രായമോ എൻ്റെ അടുത്ത ആളുകളോട് ഇനി നാഷണലൈസ്ഡ് ബാങ്ക്സിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വേറെ എവിടെ ഇടുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഇവരെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായി. അതായത് ഇപ്പം നിങ്ങൾ നിലവിൽ നടത്തുന്ന പോരാട്ടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ബാധിക്കപ്പെട്ട മറ്റ് സർവീസ് സഹകരണ സംഘ തട്ടിപ്പുകളിലും മറ്റ് ഇതര തട്ടിപ്പുകളിലും സാമ്പത്തിക തട്ടിപ്പുകളിൽ ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ഇനി വരാനിരിക്കുന്ന തട്ടിപ്പുകളിൽ പോലും ഇരകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് ബഡ്സ് ആക്ടിന് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോരുന്നത്. അതെ അതെ. ബഡ്സ് ആക്ട് നല്ല രീതിയിൽ മാറ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്കത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വേള നമ്മുടെ കാശ് കള്ളന്മാർ കൊണ്ടുപോയാന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതെ വരില്ലല്ലോ. ഈ തട്ടിയെടുത്ത ആളുകളുടെ വസ്തുക്കളിലൊക്കെ എങ്ങനെ എല്ലാ കാശും കയ്യിൽ വെച്ചെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഭൂമിയായിട്ട് നിക്ഷേപിക്കും. ഈ ബഡ്സ് ആക്ട് അനുസരിച്ച് കിട്ടാനാണെങ്കിൽ എളുപ്പമാണ്. പക്ഷേ ആ ബഡ്സ് ആക്ട് അനുസരിച്ച് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തണം. പോയിന്റ് ക്ലിയർ ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞങ്ങളെ ഓരോ വില്ലേജിലും തന്നെ ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് ഇത്രയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വിതിൻ 6 months അത് ഓപ്ഷൻ ചെയ്തെല്ലാം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമായിട്ടും അത്രത്തോളം ഇതായിട്ട് ടീം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത്രയും റിസ്ക് എടുക്കാനായിട്ട് ആരുമില്ല. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്ക് നിയമപരിഹാരത്തിലൂടെ അല്ലെങ്കിൽ നിയമപരിഷ്കരണത്തിലൂടെ നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം വേണം, കോടതികൾ കനിയണം. അതെ അതെ. നിയമം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ആ നിയമം ആർക്ക് വേണ്ടിയാണോ ആ നിയമം ഉണ്ടാക്കിയത് അത് അവർക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിൽ ചിന്തിക്കണം, അതിനനുസരിച്ച് കറക്ഷൻസ് വരുത്തേണ്ട കറക്ഷൻ ചെയ്ത് പോയാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ 1.5 വർഷത്തിലധികമായി ബഡ്സ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതുവരെയുള്ള എന്ത് സംഭവിച്ചു, ഞങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സീറോ എന്ന് മാത്രം. ഇത്രയും നാളുടെ ഞങ്ങളുടെ കഷ്ടപ്പാട് മുഴുവനും. അതുപോലെ ബഡ്സ് ആക്ട് അനുസരിച്ച് പ്രൊഫഷണൽ അറ്റാച്ച് ചെയ്തതെല്ലാം വീണ്ടും അറ്റാച്ച് ചെയ്യേണ്ടി വരും ആദ്യമേ. അതിന് കാരണം എന്ന് വെച്ചാൽ വിതിൻ 6 months ഫൈനൽ അറ്റാച്ച്മെൻറ്റിന് കോർട്ടിൽ കൊടുക്കേണ്ടതാണ്. 6 months വിതിൻ 2 months കൊടുക്കേണ്ടതാണ്. 1 month പ്രത്യേകിച്ച് അനുവാദത്തോടെ 2 months വരെ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞ് കൊടുക്കാനുള്ള താമസം അത്ര വരെ ആവാവൂ. ഇപ്പോൾ 2 മാസമല്ല 4 മാസമല്ല 6 മാസമായി പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി ആദ്യമേ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യണം. ഇതുവരെയുള്ള നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും റിസൾട്ട് എന്തെന്ന് പറഞ്ഞാൽ കാണിക്കാനാണെങ്കിൽ ഒരു ബിഗ് സീറോ ഒന്നുമില്ല. ബഡ്സ് ആക്റ്റൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും
ബഡ്സ് ആക്ടിൻ്റെ ഡിലേയും ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ED അന്വേഷണത്തിന് ഉത്തരവ് വന്നിട്ടുണ്ട്. ED നമ്മുടെ ഡെപ്പോസിറ്റേഴ്സിന് അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ആശ്വാസമാണ്. കാരണം ബഡ്സ് ആക്ട് അനുസരിച്ചുള്ള അറ്റാച്ച്മെൻറ്റിന് ഡിലേ വരുമ്പോഴത്തേക്കും ED വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സോഴ്സ് നോക്കി അങ്ങനെയൊക്കെ വരുമ്പം അവർക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴും ED അന്വേഷണം അതിൻ്റെ സമയപരിധിയെപ്പറ്റി നമുക്ക് ആശങ്കയുണ്ട്. എത്ര സമയം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നടക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. ED അന്വേഷണം വരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ ഡെപ്പോസിറ്റേഴ്സ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ സമയപരിധിയാണ് ബഡ്സ് ആക്ട് അനുസരിച്ച് അറ്റാച്ച് ചെയ്യാൻ ഡിലേ വരുമ്പം അവർ വീണ്ടും അവരെന്തെങ്കിലും ഏതെങ്കിലും വഴി തട്ടിക്കൊണ്ട് പോകാതെ ED അറ്റാച്ച് ചെയ്തിടും എന്നൊരു വിശ്വാസമുണ്ട്. മനസ്സിലായി മാഡം. അതായത് BSNL എഞ്ചിനീയേഴ്സ് സർവീസ് സഹകരണ സംഘം തട്ടിപ്പ് ഒരു പാഠമാണ്. അവർ കഷ്ടപ്പെട്ട് ഒരു മനുഷ്യായുസ് മുഴുവൻ കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ കുറേ കള്ളന്മാർ കൊണ്ടുപോയപ്പോൾ ആ പൈസ തിരികെ പിടിക്കാനുള്ള ഏക വഴി ബഡ്സ് ആക്റ്റാണ്. അവിടെ പോലും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നാളെ സർവീസ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കാനായിട്ടിരിക്കുന്നവർ ഒന്ന് കരുതുക. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ സംഘങ്ങളെ ആരും സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്നില്ല. പക്ഷേ നിക്ഷേപകർ ആലോചിക്കുക, 2 പ്രാവശ്യം ആലോചിക്കുക, എന്നിട്ട് ഉചിതമായൊരു തീരുമാനമെടുക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.